നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വർഷ ആകപ്പാടെ ഞെട്ടി നിൽക്കുവാണ് ആ കാഴ്ച കണ്ടിട്ട്. ശ്രീകാന്ത് നീതുവിനെ എടുത്തോണ്ട് വരുന്ന ആ കാഴ്ച കണ്ടപ്പോൾ വർഷയ്ക്ക് സഹിച്ചില്ല. അപ്പൊ വർഷ വേറെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. പക്ഷേങ്കിൽ നീതു വീണ് നീതുവിന് കാല് നിലത്ത് കൂത്താൻ പറ്റാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രീകാന്ത് എടുത്തോണ്ട് വന്നുള്ള കാര്യങ്ങളൊന്നും വർഷയ്ക്ക് അറിയണ്ടായിരുന്നില്ല. വർഷ ഒരു നിമിഷവും നോക്കിയിരുന്നു. പിന്നീട് വന്നവിടെ തന്നെ വർഷ തിരികെ പോവാണ്. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് വർഷ ശ്രീകാന്തിനെ കാണാനായിട്ട് വന്നേ. പക്ഷെ ഈ കാഴ്ച കണ്ടതോട് കൂടിയിട്ട് വർഷ പിന്നെ അവിടെ നിന്നില്ല. അപ്പോഴേക്കും നീതു ആകെപ്പട വല്ലതായിപ്പോയി. നീതു ശ്രീകാന്തിനോട് ചോദിച്ചു, ശ്രീകാന്തെ പ്രശ്നമാകുമോ? കാരണം വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നേ. ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ സാരില്ല, പോട്ടെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, അവളെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അത് ശരിയാകത്തില്ല, ഇനിയിപ്പൊ ഇതിന്റെ പേര് പ്രശ്നം ഉണ്ടാകുമോ? അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിലെ ശ്രീകാന്ത് നീതിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിനൊക്കെ ശേഷമാണ് തിരികെ വീട്ടിലേക്ക് വരുന്നത്. വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് വർഷനെ ഒന്ന് രണ്ടു വട്ടം വിളിച്ചെങ്കിലും വർഷ കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷന് ശ്രീകാന്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയിപ്പം അവൾക്ക് അല്ലെങ്കിൽ തന്നെ നീതു ഒരു ഇഷ്ടമില്ല, നീതു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ചയും കൂടെ. പിന്നെ സഹിക്കാൻ പറ്റില്ല, അവൾക്കെന്നല്ല ഏതൊരു പെണ്ണിനെ സഹിക്കാൻ പറ്റില്ല. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് അവളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് അവള് ഫോൺ അറ്റൻഡ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. പിന്നീട് ശ്രീകാന്ത് എന്ത് ചെയ്തു, നേരെ അവൾ ജോലി ചെയ്യുന്നിടത്തേക്ക് പോകുന്നുണ്ട്. കാരണം ശ്രീകാന്തിന് തോന്നി അവളെ എങ്ങനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് അന്വയിപ്പിച്ച് തിരികെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ അവിടേക്ക് ചെല്ലുവാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അറിഞ്ഞേ വർഷ അവിടെ ഇല്ല എന്നുള്ള കാര്യം. വർഷ അവിടെ ഇല്ലേ? പിന്നെ ഇത് എവിടെ പോയി, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. വീണ്ടും വിളിച്ചു നോക്കി, പക്ഷെ കോൾ എടുത്തില്ല വർഷ. ഒടുവിൽ ശ്രീകാന്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. വീട്ടിലേക്ക് പോന്നാലും തനിക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സമാധാനം കിട്ടില്ലെന്നുള്ള കാര്യം ശ്രീകാന്തിന് അറിയാം. പക്ഷെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി ആ ഫംഗ്ഷൻ എല്ലാവരും വിളിച്ചിരിക്കുന്നവരൊക്കെ വരും. ആ സമയത്ത് വർഷം വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അച്ഛനോടും അമ്മയോടും ബാക്കി ആരോടും ഈ കാര്യത്തെക്കുറിച്ച് പറയാനും പറ്റില്ല. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് ശ്രീകാന്ത് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് രേവതി റെഡിയാകുവാണ്. അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് കയറി വന്നു. സച്ചി നോക്കി രേവതി നിന്ന്, കൊള്ളാലോ, നീ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആന്താ സച്ചിയേട്ടാ, എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്? നിനക്ക് കുറച്ച് പ്രായം കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതെന്തോ കാര്യസാധ്യതയുണ്ട്, അതിനുള്ള സോപ്പിംഗ് ആന്ന് പറഞ്ഞു. സോപ്പിംഗ് ഒന്നും അല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. ഈയിടെ നീ കുറച്ചുകൂടി സുന്ദരി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, കിടന്ന് ഉരുണ്ട് കളിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എനിക്ക് കാര്യം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സച്ചു പറഞ്ഞു, ഇതാ ഇപ്പം നന്നായത്, എൻ്റെ ഭാര്യയെ എനിക്കൊന്ന് പുകഴ്ത്താൻ പോലും പറ്റില്ലേ, ഇത് വല്ലാത്തൊരു കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. രേവതി പറഞ്ഞു, സച്ചേട്ടൻ സാധാരണ എതി ഇങ്ങനെയൊന്നും പറയാറില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അല്ല, സച്ചേട്ടൻ റെഡിയാവുന്നില്ലേന്ന് ചോദിച്ചു. എനിക്ക് റെഡിയാവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, ഇത്തിരി സമയം മതിയല്ലോ. അല്ല, ശ്രീകാന്തും വർഷയും കൂടെ വരുമ്പോഴത്തേനും നമ്മളെല്ലാം റെഡിയായിട്ട് ഇരിക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയാണെന്നൊക്കെ ചോദിക്കുക. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അത് ശരിയാ. അല്ല, പാർലാട്ടത്തി സ്തുതി ഒരുങ്ങിയോന്ന് ചോദിച്ചു. ഒരുങ്ങിക്കാണുമായിരിക്കും, ഞാൻ അവിടെ പോയി നോക്കിയില്ലെന്ന് പറഞ്ഞു. എന്നാലും അപാര തൊലിക്കെട്ട് തന്നെ, സ്വന്തം അച്ഛനല്ലേ മരിച്ചു പോയത്, അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളൊന്നും പാർലാട്ടത്തിന് മുഖത്ത് ഞാൻ കാണുന്നില്ല. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, സച്ചേട്ടാ ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട, വെറുതെ എന്തിനാ ശ്രുതിക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. സാരില്ല, കള്ളത്തരങ്ങൾ അധികം വൈകാതെ തന്നെ പുറത്തു കൊണ്ടുവരും ഞാൻ. അധികം നാളെ അവർക്ക് ഇങ്ങനെ കള്ളത്തരം കാണിച്ച് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, സച്ചാണ് ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ, വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അതെ, പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ പാർലടുത്ത് എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ശരി, നമുക്ക് നോക്കാന്നൊക്കെ രേവതിയും പറഞ്ഞു. ഈ സമയത്താണ് ശ്രീകാന്തിന്റെ വരവ്. ശ്രീകാന്ത് വല്ലാത്തൊരു മുഖത്തോടെ അങ്ങോട്ട് വരുന്നേ. അപ്പോഴേക്കും രേവതി സച്ചിയും കൂടെ ഇറങ്ങിച്ചെന്നു. ശ്രീകാന്തിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താടാ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ എന്തിയേ വർഷ വന്നില്ലേന്ന് ചോദിച്ചു. എല്ലാ വർഷം വന്നില്ല. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അവൾക്ക് റെഡിയാകുമൊന്നും വേണ്ടേ, അതിന് ഫംഗ്ഷൻ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഫംഗ്ഷനൊക്കെയാ, അതെ, ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പ്രശ്നം? എന്ത് പ്രശ്നം? അത് കാര്യം എന്താ വെച്ചാൽ പറയടാ എന്ന് സച്ചി പറഞ്ഞു. അപ്പോഴാണ് ശ്രീകാന്ത് ആ കാര്യം പറയണേ. നീതു റെസ്റ്റോറൻറ്റിൽ വീണതും പിന്നെ നീതുവിനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അത് വർഷ കണ്ടതുമായ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും
രേവതി പറഞ്ഞു ദൈവമേ അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്കറിയില്ല. വർഷ അവിടെ എങ്ങും ചെന്നിട്ടില്ല, ജോലി സ്ഥലത്ത് ചെന്നിട്ടില്ല. അവൾ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. വിളിച്ചിട്ട് കോളും അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ സച്ചി പറഞ്ഞു ഇത്രയേ ഉള്ളോ, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞു. അല്ല അതിന് ചേട്ടൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവള് വരുമെന്ന് തോന്നുന്നുണ്ടോ? എടാ അവളെ ഫംഗ്ഷന് വിളിച്ചുകൊണ്ട് വന്നാൽ പോരെ, ആ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞു. കാരണം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ നീ ഒന്ന് സഹായിക്കുക മാത്രമല്ലേ ചെയ്തേ. അത് സച്ചേട്ടാ, പിന്നെന്താടാ നിനക്ക് വിഷമം? നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അല്ലേ പറയണെന്നൊക്കെ പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കണം. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു സച്ചേട്ടൻ ചെന്ന് വിളിച്ചിട്ടുണ്ട്, അവള് വരുമെന്ന് തോന്നുന്നുണ്ടോ? അവൾക്ക് വാശിയും വൈരാഗ്യം ഇത്തിരി കൂടുതലുള്ള ടൈപ്പ് അവള്. കാരണം ചില കാര്യങ്ങളൊക്കെ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. എന്തിന്? അല്ല ഇനിയിപ്പോൾ വിളിച്ചു വരുത്തിയവരുടെ മുന്നിൽ നാണം കിടുവന്നേ. വർഷ വന്നില്ലെങ്കിൽ ഞാൻ നാണം കിടത്തില്ലേ? ഞാൻ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ളവർ നാണം കിടൂലോ എന്നൊക്കെ പറഞ്ഞു. സാരമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ആ സമയം രേവതി പിന്നാലെ എന്നിട്ട് സച്ചേട്ടനെ എവിടെ പോയി അന്വേഷിക്കണമെന്ന് ചോദിച്ചു. ഞാനൊന്ന് നോക്കട്ടെ. രേവതി ഞാനൊന്ന് വർഷനെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വർഷയെ വിളിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും സച്ചി രേവതിയുടെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നുണ്ട്. രേവതി ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാം, വർഷയെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. രേവതിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വർഷ വരാതിരിക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന അറിയില്ലല്ലോ. ആ സമയം ചന്ദ്രമതിയും രവീന്ദ്രനും എല്ലാവരും റെഡിയായി, ശ്രുതിയും എല്ലാവരും റെഡിയായി. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങണം. ആ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു എടാ നീ ഇതുമായിട്ട് റെഡിയായല്ലേ? ഞാൻ വന്നോളാം. ഇന്ത്യ വർഷ എന്തിയെ? അവളിപ്പോൾ തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമായിട്ടും വന്നില്ലേ? അമ്മ നിങ്ങൾ പോയിക്കോ, ഞാൻ ഇത്തിരി സമയം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ശ്രീകാന്തിന് അപ്പോഴും ടെൻഷനാ. ഇനിയിപ്പം വർഷയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. വർഷ വരുവോ ഒന്നും അറിയത്തില്ല. വർഷ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. സച്ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് രേവതി എന്ന് ചോദിച്ചു. അല്ല ശ്രീകാന്തിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റുന്നില്ലെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ രേവതി എടുത്തി വർഷം കൂടെ വന്നിട്ട് വേണ്ടേ? വർഷം വരട്ടെ, വർഷം വന്ന് കഴിയുമ്പോൾ നമുക്ക് റെഡിയായി പെട്ടെന്ന് തന്നെ പോവാം, നീ റെഡിയാവാനൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ ശ്രീകാന്തിനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വേഷമൊക്കെ മാറ്റുവാണ്. ആ സമയത്ത് രേവതി പറഞ്ഞു അല്ല ഒരു കാര്യം ചെയ്യാം, ആൾക്കാരൊക്കെ ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ തുടങ്ങില്ലേ, അപ്പോൾ ആരും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിലോ ഒന്നെങ്കിൽ ശ്രീകാന്ത് വർഷം ആരെങ്കിലും ഒരാൾ വേണ്ടേ അവിടെ, അന്നെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഓഡിറ്റോറിയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അല്ല അപ്പോൾ വർഷയും കൊണ്ട് സച്ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നോളും. ഒരു കാര്യം ചെയ്യാം, സച്ചയോട് ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നാൽ പോരെ, പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ശ്രീകാന്തൊക്കെ അവിടെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുമ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് വന്നു. കാരണം ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു ഇതെന്താടാ നീ ഒറ്റയ്ക്കുള്ളോ, അവളില്ലേന്ന് ചോദിച്ചു. അമ്മേ അവള് വരുമെന്നോ? മുമ്പേ നീ ഇത് തന്നെയുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങും പറഞ്ഞത്, പിന്നെന്താ ഇപ്പൊ വരുമെന്ന് പറയണേ? അമ്മേ അത് പിന്നെ എടാ എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവന്റെ നെഞ്ചു കിടന്ന് പിടയ്ക്കുവാണ്. ഇനി ഇത്തിരി സമയം കൂടെ കഴിയുമ്പോഴത്തേനും വർഷം വന്നില്ലെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും. ആകെപ്പാടെ വിളിച്ചു വരുത്തിയുടെ മുന്നിൽ നാണം കിടും. ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന ഒരു തോന്നല് ശ്രീകാന്തിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.